ആഗമനകാലം 1-ാം ഞായർ. ലൂക്ക 1:5-20 വരെയുള്ള വാക്യങ്ങൾ. ആഗമനകാലത്തേക്ക് കടക്കുകയാണ് നമ്മൾ. സമയത്തിൻ്റെ തുടക്കമല്ല ആഗമനകാലം. സമയം അതിൻ്റെ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനമില്ലാത്തവണ്ണം നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സമയം. സമയത്തിൻ്റെ ഒഴുക്ക് അവസാനിച്ചിട്ട് പുതിയൊരു ഒഴുക്ക് തുടങ്ങുമോ? ഒന്ന് അവസാനിച്ചിട്ടേ മറ്റൊന്ന് തുടങ്ങുകയുള്ളൂ. സമയത്തിൻ്റെ പാതയിലൂടെ നീങ്ങിയ മറ്റെന്തോ ഒന്നാണ് ആ യാത്ര പൂർത്തിയാക്കുന്നത്. അതിനുശേഷം മറ്റൊന്ന് ആരംഭിക്കുന്നു. പല സ്റ്റേഷനുകളിൽ കൂടി കടന്നു പോകുന്ന റെയിൽ പാളങ്ങൾ പോലെയാണ് സമയം. നിശ്ചലമാണ് പാളങ്ങൾ, അതിലൂടെ നീങ്ങുന്ന ട്രെയിനാണ് ചലിക്കുന്നത്. എന്താണ് സമയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത്? എന്തോ ഒന്നിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമോ യാത്രയുടെ കഥയോ പൂർത്തീകരണമോ അല്ലേ ഇവിടെ സംഭവിക്കുന്നത്? സമയത്തിൻ്റെ ഒഴുക്ക് അതിൽ തന്നെ ഒന്നുമല്ല. ജീവിതത്തിനാണ് തുടക്കവും ഒടുക്കവും ഉള്ളത്. അല്ലെങ്കിൽ ചിലരുടെ ജീവചരിത്രമാണ് പൂർത്തിയാകുന്നത്. അതിനുശേഷം അതിൽ നിന്നും മറ്റൊന്ന് ഉരുത്തിരിയുന്നു. ജീവിതം പഴകിയ അർത്ഥശോഷണം സംഭവിച്ചു പോകാനുള്ളതല്ല, അതിന് പുതിയൊരു തുടക്കമുണ്ടാകണം. അതാണ് നമ്മെ നയിക്കുന്ന പ്രത്യാശ. പ്രത്യാശയാണ് പുതിയ തുടക്കത്തിൻ്റെ അടിസ്ഥാനം. ഒരു കടന്നുവരലും കടന്നു ചെല്ലലുമാണ് ആഗമനകാലത്തിൻ്റെ പ്രധാന ചിന്താവിഷയം. കർത്താവ് ഈശോ നമ്മിലേക്ക് കടന്നു വരുന്നു, നമ്മൾ അവിടുത്തെ പക്കലേക്ക് കടന്നു ചെല്ലുന്നു. അതിൻ്റെ അനുസ്മരണമാണ് ആഗമനകാലം. ഒരു വർഷം നീണ്ടുനിന്ന ആരാധനാക്രമ മത്സരത്തിന് പൂർത്തീകരണം സംഭവിക്കുകയാണ്. അതിനുശേഷം പുതിയൊരു തുടക്കമാണ് ആഗമനകാലത്തോടു കൂടി നമ്മൾ ആരംഭിക്കുന്നത്. ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ചംക്രമണത്തെയും പ്രയാണത്തെയും ഒരു വർഷത്തിലേക്ക് പ്രതീകാത്മകമായി ചുരുക്കി എഴുതാം. പ്രകൃതി ചെയ്യുന്നതും അതുതന്നെയാണ്. അങ്ങനെയാണ് ഒരു വർഷത്തെ ആകമാനം സമന്വയിപ്പിക്കുന്നതും സമാഹരിക്കുന്നതും. അവിടെ ഒരു വർഷത്തിൻ്റെ പൂർത്തീകരണമുണ്ട്. അതുപോലെ മനുഷ്യായുസ്സിനും ഒരു പൂർത്തീകരണമുണ്ട്. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ പല തലമുറകളിലൂടെയുള്ള പൂർത്തീകരണവും പരിസമാപ്തിയും അതിനുശേഷമുള്ള പുതിയ തുടക്കവും നമുക്ക് ഭാവനാപൂർവം ചിത്രീകരിക്കാം. ഇങ്ങനെയുള്ള താത്വിക ഭാവനയ്ക്ക് ഇവിടെ സാംഗത്യമുണ്ട്. ആഗമനകാലത്തിന് ഉതകുന്ന ആമുഖ ചിന്തകളാണിവ. അധികമൊന്നും ചിന്തിക്കാതെ തന്നെ പള്ളിക്കൂദാശക്കാലത്തിൻ്റെ അവസാനം ഒരു വർഷം പിന്നിട്ട് ആരാധനാ ക്രമവത്സരം പൂർത്തിയാക്കി അതിനോട് നമ്മൾ വിട പറയുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആഗമനകാലം ആരംഭിക്കുവാൻ. ആഗമനകാലത്ത് പ്രതീക്ഷയുടെ ഭാവന വിടരുന്നത് നമ്മൾ ആഘോഷിക്കുവാൻ പോകുന്ന ക്രിസ്മസും അതിനുശേഷമുള്ള പുതുവത്സര പിറവിയുമായിട്ടല്ലേ? ഇവിടെ പ്രതീക്ഷ എന്നത് സുനിശ്ചിതമായ ഒന്നാണ്, എഴുതി വച്ചിരിക്കുന്ന ഒരു കഥയുടെ ആദ്യ അധ്യായം പോലെ. അങ്ങനെ പ്രതീക്ഷയിൽ അധികമൊന്നും പ്രതീക്ഷിക്കാനില്ലാതാകുന്നു. നോട്ട് എനിത്തിങ് ന്യൂ ടു എക്സ്പെക്റ്റ്. പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നതെല്ലാം സുനിശ്ചിതവും കൊമേർഷ്യലുമാകുമ്പോൾ പിന്നെ എന്ത് മനോഭാവത്തോടുകൂടി നമ്മൾ ആഗമനകാലം ആരംഭിക്കും? അതിൽ വിടരുന്ന ഒരത്ഭുതമുണ്ടോ? അസാധ്യമെന്ന് തോന്നുന്നത് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ടോ? ഇതുവരെ കാണപ്പെടാത്തത്, അതായത് അദൃശ്യമായത് ദൃശ്യമാകുമെന്ന ഒരു ബോധ്യമുണ്ടോ? ഈ കാര്യങ്ങളാണ് വിശ്വാസത്തിന് നിർവചനമായി ഇന്നത്തെ ലേഖനത്തിൽ ഹെബ്രായർ 11:1 നമ്മൾ കാണുന്നത്. അതുപോലെ എല്ലാം അസാധ്യമെന്ന് തോന്നിയിരുന്ന 2 വൃദ്ധ ദമ്പതികൾക്ക് ലഭിക്കുന്ന വെളിപാടും ഉറപ്പുമാണ് പഴയ നിയമത്തിൽ നിന്നുള്ള 1-ാം വായനയിലും ഉൽപ്പത്തി 17, ലൂക്ക സുവിശേഷം 15-20 വരെയുമുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. വൃദ്ധരായ അബ്രാഹത്തിനും സാറായിക്കും അതുപോലെ സഖറിയായിക്കും എലിസബത്തിനും അസാധ്യമായത് സാധ്യമാകുമെന്ന് ഉറപ്പ് ലഭിച്ചു. അദൃശ്യമായവ അവരുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടു. അതവർക്ക് വിശ്വാസത്തിൻ്റെ ബോധ്യമായി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ വിശ്വാസം പൂവണിഞ്ഞ് സാഫല്യം കണ്ടെത്തുകയാണ്. അവർക്ക് പ്രത്യാശയുടെ പുതിയൊരു തുടക്കം ആഗമനകാലത്തിൻ്റെ ആരംഭമായിരുന്നു. അവരിലൂടെ പുതിയ തലമുറകൾക്കും പ്രത്യാശ ഉദയം ചെയ്യുന്നതായി വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ 2 വെളിപ്പെടുത്തലുകളും ആഗമനകാലത്തിൻ്റെ അത്ഭുതകരമായ ആവിഷ്കാരങ്ങളാണ്. അവ വിശ്വാസ ചരിത്രത്തെ തന്നെ വഴിതിരിച്ചുവിട്ട സംഭവങ്ങളും മാതൃകകളുമാണ്. ഇനി നാളെ ആരംഭിക്കുന്ന ആഗമനകാലത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്ത് പ്രത്യാശയാണ് നമ്മെ ആഗമനകാലത്തിലേക്ക് നയിക്കുന്നത്? അത് ആരംഭിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകാശം എത്രമാത്രം നമ്മെ അനുഗമിക്കുന്നുണ്ട്? ജീവിത വഴിയാത്രയിൽ ആഗമനകാലത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് വിലയ്ക്ക് വാങ്ങാവുന്ന ദാറ്റ് വിച്ച് ക്യാൻ ബി ബോട്ട്, സൃഷ്ടിച്ചെടുക്കാവുന്ന ദാറ്റ് വിച്ച് ക്യാൻ ബി ക്രിയേറ്റഡ് ഒരത്ഭുതത്തെ, ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളെന്ന അതിശയത്തെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ? അതുപോലെ മനുഷ്യ സൃഷ്ടിയും വിപണന വിഷയമായിട്ടല്ലേ അവയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആഗമനകാലത്തിന് എന്ത് പുതുമ? അതിലൊരു പുതുജീവൻ്റെ പിറവിയുണ്ടോ?
4 ആഴ്ചത്തെ നോമ്പിനും പ്രാർത്ഥനയ്ക്കും ആഴമായ അനുഭവം, ടാഞ്ചിബിൾ എക്സ്പീരിയൻസ് ഉണ്ടോ? നോമ്പ് ഇവിടെ നിസ്സഹായതയിൽ ശ്രമിക്കപ്പെടുന്ന പ്രാർത്ഥനയാകുന്നുണ്ടോ? സഖറിയായിക്ക് കുറി വീണപ്പോഴാണ് പ്രാർത്ഥനയ്ക്കുള്ള അവസരമുണ്ടായത്. അതുവഴി അസാധ്യമായതിനു വേണ്ടിയുള്ള പ്രാർത്ഥന അപ്രതീക്ഷിതമായ അനുഗ്രഹപ്രാപ്തിയായി സഖറിയായിക്കും എലിസബത്തിനും അതവർക്ക് ആഗമനകാലത്തിൻ്റെ തുടക്കമായി. അവരിൽ നിന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട പുത്രന് മാത്രമല്ല, അവർക്ക് തന്നെയും അത് പുതുജീവൻ്റെ പിറവിയായി. അതായിരുന്നു അവർക്ക് ആഗമനകാലത്തിൻ്റെ തുടക്കം. വാർദ്ധക്യവും വന്ധ്യത്വവും പിന്തള്ളിക്കൊണ്ട് ഉണങ്ങിത്തുടങ്ങിയ തായ്തണ്ടിൽ നിന്നും ഒരു പുതുജീവൻ നാമ്പെടുത്തു. അതുവഴി അവരുടെ ജീവിതത്തിൽ ആഗമനകാലത്തിന് തുടക്കമായി. ഈ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പരാവർത്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? നിരാശയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് പ്രത്യാശയിലേക്ക് കടക്കുവാൻ നമ്മുടെ വിശ്വാസം അത്ര ശക്തമാണോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതം മിക്കപ്പോഴും ആവർത്തനം വിരസമാകുന്നില്ലേ? പുതിയതൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന മനസ്സിൻ്റെ ഒതുങ്ങിക്കൂടൽ, കോംപ്രമൈസിങ് എവരി ത്രസ്റ്റ് ഓഫ് അവർ സ്പിരിറ്റ്. ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർന്നാൽ മതിയെന്ന് ഒരു തോന്നൽ, മരണത്തിന് വളരെ മുമ്പ് തന്നെ കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ് നമ്മൾ വച്ചു പുലർത്തുകയാണെങ്കിൽ ആഗമനകാലത്തിന് എന്ത് പ്രസക്തി? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എല്ലാ മേഖലകളിലും വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. മതം, സാമൂഹിക ജീവിതം, രാഷ്ട്രീയം, സാമ്പത്തികം എന്നിങ്ങനെ ഏത് മേഖലയെടുത്താലും എവിടെയും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പുതിയതിനൊന്നും സാധ്യതയില്ല എന്ന നിരാശാബോധം എല്ലാവരിലും തന്നെയുണ്ട്. എല്ലാ സാധ്യതകളും ആത്മീയത തന്നെയും വഴിമുട്ടി നിൽക്കുന്നത് പോലെ മാറ്റത്തിൻ്റെ പുതുനാമം പ്രത്യക്ഷപ്പെടുന്നേയില്ല. ആര് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന നിരാശാബോധം, പ്രത്യാശയിലേക്ക് നയിക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ ഉണങ്ങിയ തായ്തണ്ട് പോലെ മരണത്തെ വിളിച്ചറിയിക്കുന്നു. സഭയും രാഷ്ട്രീയവും ഇതര മതവിശ്വാസങ്ങളും എല്ലാം കാപട്യമാണെന്ന് നമ്മൾ സ്വയം തെളിയിക്കുന്നത് പോലെ ഇവിടെ പ്രത്യാശയ്ക്ക് വഴിയുണ്ടോ? ഇവിടെ ആഗമനകാല ചിന്തകൾക്കും പ്രതീക്ഷയ്ക്കും പ്രസക്തിയുണ്ടോ? ഈ നിസ്സഹായതയുടെ മുമ്പിൽ പ്രത്യാശയ്ക്കും ശുഭാപ്തി വിശ്വാസത്തിനും എന്ത് പ്രസക്തി? അസാധ്യമെന്ന് തോന്നിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം വിശ്വാസാധിഷ്ഠിതവും പ്രത്യാശ നിർഭരവുമാണ്? നമ്മുടെ ഇടപെടലുകൾ ദൈവിക പ്രേരണ അനുസരിച്ചാണോ? നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ എത്രമാത്രം പ്രത്യാശ ഉണർത്തുന്നവയാണ്? നമ്മുടെ വിശ്വാസ പ്രഘോഷണം മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണോ? എല്ലാ ജനതകളെയും വിശ്വാസങ്ങളെയും സ്പർശിക്കുന്നതാണോ നമ്മുടെ പ്രഭാഷണങ്ങളും ഇടപെടലുകളും? ഭാവിയെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവയാണോ നമ്മുടെ വേദപുസ്തക വ്യാഖ്യാനങ്ങളും ഉൾക്കാഴ്ചകളും? ഇങ്ങനെയുള്ള ചിന്തകൾക്ക് രൂപം കൊടുക്കുവാനും പങ്കുവയ്ക്കുവാനുമുള്ള കാലഘട്ടമാണ് ആഗമനകാലം. സംഭവങ്ങളുടെ ഉരുത്തിരിയൽ സമയത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ കടന്നുവരലാണ്. ഈ ചിന്തകളോടുകൂടി ഇന്നത്തെ വിചിന്തനത്തെ പര്യവസാനിപ്പിക്കാം. ഏവർക്കും ആഗമനകാലത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തിയിൽ, CST.